Coming. സിനിമ അവസാനിക്കുമ്പോൾ വിജയ്ക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ട് ഉണ്ട്. ഇത് വിജയുടെ അവസാന സിനിമയാണല്ലോ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ വന്നിട്ടുള്ള ആളുകളുടെ ഒരു ഇമോഷൻ എടുത്തു പറയേണ്ടതാണ്. ചെറിയ വിരലിങ്ങനെ അമർത്തുന്ന ഒരു ഫൈറ്റിന് മുമ്പുള്ളൊരു മാൻഡ്രസ് ഒക്കെ കാണിക്കുമ്പോഴേക്കും തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റിലീസ് പ്രഖ്യാപിച്ച് സെൻസർ പ്രശ്നങ്ങൾ കാരണം റിലീസ് നടക്കാതെ പോയ സിനിമ, സെൻസർ കോപ്പി ലീക്കായ സിനിമ, ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് കാര്യമായ ഒരു പ്രചാരണം ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യ അനൗൺസ്മെന്റ് തൊട്ട് തന്നെ വലിയ ആവേശവും പ്രതീക്ഷയും ഒന്നും ഇല്ലാതിരുന്ന സിനിമ, ഒരു സിനിമ എന്ന നിലയ്ക്ക്. എന്നാൽ ആദ്യ ദിനം സീറ്റുകളിൽ നിന്നുകൊണ്ട് കൈയടിച്ച് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നായകന്റെ ഓരോ എൻട്രിക്കും ഓരോ മാനറിസത്തിനും ഓരോ ഡയലോഗിനും ആവേശം തിയേറ്ററിൽ ഇരമ്പുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ സിനിമയിലെ നായകന്റെ പേര് ദളപതി വിജയ് എന്നായിരിക്കണം. വിജയുടെ അവസാന സിനിമയെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ജനനായകൻ റിലീസായിരിക്കുന്നു. സിനിമ ഔട്ട് ആൻഡ് ഔട്ട് വിജയ് ഷോ തന്നെയാണ്. വിജയ് ഷോയ്ക്ക് അപ്പുറം സിനിമയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ഘടകം തന്നെയാണ്. വിജയെ കാണാൻ 3 മണിക്കൂർ 6 മിനിറ്റ് വിജയെ കണ്ണുനിറയെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അതിനപ്പുറത്തേക്ക് സിനിമ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട്. സിനിമ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. വിജയുടെ രാഷ്ട്രീയം സിനിമ കാര്യമായി തന്നെ സംസാരിക്കുന്നുണ്ട്, TVKയുടെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ലോകത്തുള്ള ഭയത്തെ പറ്റി, യുദ്ധത്തെ പറ്റി, ആയുധക്കടത്തിനെ പറ്റി, ഡെമോക്രസിയെ പറ്റിയൊക്കെ സിനിമ കാര്യമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിജയുടെ ഒരു പ്രഭാവത്തിൽ മൊത്തമായി സ്ക്രീനിൽ എത്തിയോ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ സ്ക്രീനിൽ നിന്ന് കൺവേ ആയത് എന്നുള്ളതെല്ലാം തന്നെ ഇൻ കോഴ്സ് ഓഫ് ടൈമിൽ വേണം അത് തീരുമാനിക്കപ്പെടാൻ. സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഭഗവന്ത് കേസരി എന്ന ബാലയ്യ സിനിമയുടെ ഒരു അഡാപ്റ്റേഷനാണ് സിനിമ. ഒരു സീൻ ബൈ സീൻ റീമേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പക്ഷെ വിജയ് നൻപന് ശേഷം ഇറക്കുന്ന ഒരു റീമേക്ക് സിനിമ കൂടിയായിരിക്കും. സിനിമ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ സ്ത്രീകളുടെ ഉന്നമനമാണ്, വിമൻ എംപവർമെന്റ് ആണ്. സിംഗപ്പട ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ വിജയ് നയിക്കുന്ന തമിഴ്നാട്ടിലെ ഗവൺമെന്റിന് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ഇവിടുത്തെ പിങ്ക് പോലീസിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺ ആർമി എന്നുള്ള രീതിയിലാണ് അതിനെ തമിഴ്നാട് പോലീസ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു കൈൻഡ് ഓഫ് സിനിമാറ്റിക് വേർഷൻ ആയിട്ട് ഇതിൽ വിജയ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ ധൈര്യം, സ്ത്രീകൾ എങ്ങനെയാണ് ഭയത്തെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. വിജയുടെ മകളായിട്ടുള്ള, സിനിമയുടെ അകത്ത് ദളപതി എന്നുള്ള ക്യാരക്ടറിന്റെ മകളായിട്ടുള്ള വിജയെ മിലിറ്ററിയിൽ ചേർക്കുക, ആ മിലിറ്ററിയിൽ ചേർക്കുന്നതുമായിട്ടുണ്ടാവുന്ന അനുബന്ധ സംഭവങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ലോകത്തെ തന്നെയും മൊത്തത്തിൽ കൺസേൺ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ത്രട്ടിനെയാണ് ദളപതി വിജയ് ഈ വട്ടം രക്ഷിച്ചെടുക്കുന്നത്. അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്, രക്ഷകൻ ഇമേജ് ആണ്, എല്ലാവരെയും രക്ഷിക്കുമെന്ന്. ലിറ്ററലി ഈ സിനിമയുടെ അകത്ത് ദളപതി വിജയ് തമിഴ്നാടിനെ മുഴുവനുമായും രക്ഷിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം ചെയ്യുമ്പോൾ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, വളരെ എൻജോയബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. സിനിമയിൽ വിജയുടെ ക്യാരക്ടർ ഒഴികെ, മമിത ബൈജുവിന്റെ ക്യാരക്ടർ ഒഴികെ ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എഴുതപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഒരു പടം തട്ടിക്കൂട്ടണം, അതിന് ഓൾറെഡി ഒരു കഥ ഉണ്ടല്ലോ, അപ്പൊ അതിനപ്പുറത്തേക്ക് വേറെന്ത് ചെയ്യണമെന്ന് എച്ച് വിനോദ് എന്നുള്ള റൈറ്റർ കം ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു എഫേർട്ട് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. എച്ച് വിനോദിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ ഇൻവെസ്റ്റഡ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും ഇതിൽ ക്രിയേറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത് അനിരുദ്ധാണ്. അനിരുദ്ധ് അദ്ദേഹത്തിന്റെ കരിയറിലെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഹൈ മൊമെന്റ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ മ്യൂസിക്കൽ ഹൈലൈറ്റ്സിനെ ഒന്നുകൂടി വിജയ്ക്ക് വേണ്ടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ ബാക്കിംഗ് സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. അത് വിജയുടെ തീം മ്യൂസിക് ആയാലും ശരി, വില്ലന്റെ തീം മ്യൂസിക് ആയാലും ശരി, ഒരുപാട് കയോസ്, ഒരുപാട് ബോംബ് സ്ഫോടനങ്ങളുണ്ട് സിനിമയിൽ. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരുപാട് മരണങ്ങളുണ്ട്, ഒരുപാട് യുദ്ധങ്ങളുണ്ട്. യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ ഈ പട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുള്ള യുദ്ധങ്ങളിൽ ആളുകൾ തമ്മിലുള്ള പോരുകൾ ഒരുപാടുണ്ട്. ആ സമയത്തൊക്കെ കൊടുത്തിട്ടുള്ള ബാക്കിംഗ് വിജയ്ക്ക് സിനിമയിൽ ഏകദേശം ഒരു 6ഓളം ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ജയിലിൽ ഒരു ഇൻട്രോ, നാട്ടിലൊരു ഇൻട്രോ, ഫ്ലാഷ് ബാക്കിൽ ഒരു ഇൻട്രോ, പോലീസ് ഡ്രസ്സിൽ ഒരു ഇൻട്രോ, ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു ഇൻട്രോ, ക്ലൈമാക്സിനകത്ത് വേറൊരു പ്രത്യേകതരം സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇൻട്രോ. സ്പോയിലേഴ്സ് ആയ കാരണം പറയാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം 6ഓളം ഇൻട്രോകളുണ്ട്. ഈ 6ഓളം ഇൻട്രോകൾക്ക് അനിരുദ്ധ് കൊടുത്തിട്ടുള്ള ഒരു ബാക്കിംഗ് ഗംഭീരമാണ്.
ആൻഡ് ഈ സിനിമയുടെ അകത്ത് അങ്ങനെ ഒരു ലവ് ഇൻട്രസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ റൊമാൻസ് പാർട്ട് എന്നുള്ള രീതിയിലേക്കൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൂജ ഹെഗ്ഡേക്കും കാര്യമായ സാധ്യതകളൊന്നുമില്ല. വിജയ് ഒരു മിഷനിലാണ്. ആ മിഷനെ സഹായിക്കുന്ന സയൻസ് അറിയുന്ന ജേർണലിസം അറിയുന്ന ഒരു ജേർണലിസ്റ്റിന്റെ റോളിലാണ്. പൂജ ഹെഗ്ഡെ കാര്യമായിട്ട് ഇതിനകത്തൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവരുടെ ഡാൻസ് മൂവ്സ് നന്നായിട്ടുണ്ട്. മമിത ബൈജുവും നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്, നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ നമ്മൾ കാണുന്ന മമിതയുടെ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മാനറിസംസും അതല്ല, കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റിലേക്ക് മമിതയെ ഒതുക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ക്ലൈമാക്സിലെ മമിതയുടെ സ്റ്റണ്ട് സീക്വൻസ്, അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു എനർജി, അവർ ഫൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്സ് എല്ലാം വളരെ സിനിമാറ്റിക് ആണ് കേട്ടോ. എന്നാൽ പോലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ മമിതയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മമിതയ്ക്കും ഇത് അവരുടെ ലൈഫിൽ വളരെയധികം വലിയൊരു ബൂസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം പല സമയത്തും വിജയിനെ ഓവർഷാഡോ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സീക്വൻസുകൾ ക്ലൈമാക്സിലുണ്ട്. അതിന് ഞാൻ കണ്ട തിയേറ്ററിൽ തമിഴന്മാർ ഉൾപ്പെടെയുള്ള സിനിമാസ്വാദകർ വലിയ രീതിയിൽ കൈയടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. വിജയുടെ ഒരു ഓൺ സ്ക്രീൻ മകൾ എന്നുള്ള ഒരു കാര്യം മമിതയ്ക്ക് വലിയ രീതിയിൽ ബലമായിരിക്കും. എച്ച് വിനോദ് എന്നുള്ള ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ സതുരംഗ വേട്ടയും അല്ലെങ്കിൽ ധീരൻ അധികാരം ഒണ്ടും ഒക്കെ ഒരുക്കിയ ഒരു മേക്കർ വല്ലാതെ അദ്ദേഹത്തിന്റെ റൈറ്റിങ്ങിനെ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ വളരെയധികം ഡീറ്റെയിലിംഗ് മിസ്സായി പോയി. ഒരു രീതിയിലും കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു വില്ലൻ. അതിപ്പോ ഒരു രാജ്യത്തിന്റെ ആർമി മൊത്തവും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ തോക്കൊന്നും ഇല്ലെങ്കിലും എല്ലാവരെയും ഇടിച്ചിടാൻ പറ്റുന്ന ഒരു വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ അതൊട്ടും ബിലീവബിൾ ആയിരുന്നില്ല. ശരിയാണ്, ബോബിഡികൾ അത് അദ്ദേഹത്തിന്റെ ഫിസിക് കൊണ്ടും എക്സ്പ്രഷൻസ് കൊണ്ടും ഒക്കെ നന്നായി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോണാക്ട് പോലത്തെ ഒരു പോർഷൻസ് ഒക്കെ ഉണ്ട്, അവിടെ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്യാരക്ടർ ആർക്കില്ല. എന്തുകൊണ്ടാണ് ഒരാൾ വില്ലൻ ആവുന്നതിന് എന്നുള്ളതിന് പറഞ്ഞിട്ടുള്ള ഒരു കാരണം ഒട്ടും കൺവിൻസിങ് അല്ല. എന്തിനും വില്ലൻ ആവുന്നു? ചില ആളുകളൊക്കെ ജനിക്കുമ്പോൾ തന്നെ വില്ലനായിട്ടാണല്ലോ നമ്മൾ സിനിമയിൽ കാണുന്നത്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക ഇൻസിഡന്റ് കൊണ്ടായിരിക്കും അവർ വില്ലനായിട്ട് തിരിയുക. ആ ഒരു ബാക്ക് സ്റ്റോറി ഒട്ടും വർക്ക് ആയിരുന്നില്ല, ഒട്ടും എൻഗേജിങ് ആയിരുന്നില്ല. വില്ലന്റെ ഇമോഷൻ ഒട്ടും മനസ്സിലായില്ല. വില്ലൻ എന്തിന് റിവെഞ്ച് എടുക്കുന്നു? വില്ലൻ റിവെഞ്ച് എടുക്കുന്നതിന്റെ കൂടെ തന്നെ വില്ലന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. വില്ലന്റെ ഗേൾ ഫ്രണ്ട്, വില്ലന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചില ആളുകൾ, അവരും പെട്ടെന്ന് വില്ലനായിട്ട് തിരിയുന്നുണ്ട്. അതൊന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നില്ല. പക്ഷെ ഇതിനൊക്കെ മാറ്റി നിർത്തിയാലും ഇത് വിജയുടെ അവസാന സിനിമയാണല്ലോ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ വന്നിട്ടുള്ള ആളുകളുടെ ഒരു ഇമോഷൻ എടുത്തു പറയേണ്ടതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുമുള്ള സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒക്കെയാണ് ഇന്ന് ആദ്യ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പലരും സീറ്റുകൾ കിട്ടാതെ നിലത്തിരുന്നാണ് കാണുന്നത്. ഓരോ വട്ടവും അദ്ദേഹത്തിനുള്ള വിജയ്ക്കുള്ള അണ്ണൻ, ദളപതി, ലീഡർ, രക്ഷകൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾ കൈയടിച്ച് പേപ്പറുകൾ പറത്തിയായിട്ടാണ് ആ ഡയലോഗുകൾ ആഘോഷമാക്കുന്നത്. അതൊരു പക്ഷെ മലയാളത്തിൽ പോലും അങ്ങനത്തെ ഒരു ഇമോഷൻ ഇനി ഏതെങ്കിലും ആക്ടറിന് കിട്ടുമോ എന്നറിയില്ല. പടം തുടങ്ങുമ്പോഴുള്ള ഒരു വിജയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു കാർഡ് വരുമ്പോഴുള്ള ആളുകളുടെ ആഘോഷം, വിജയുടെ ഒരു ഇൻട്രോ സോങ് വരുമ്പോൾ തിയേറ്ററിൽ ഡാൻസ് കളിക്കുന്നത്, അതൊക്കെ ഇനി ഒരിക്കലും നടക്കില്ലല്ലോ അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതൊരു പെയിൻ ആയിട്ട് ഉള്ളിൽ തോന്നുന്നു. ശരിയാണ്, ഇതൊട്ടും അങ്ങനെ ഒരു സിനിമാറ്റിക് എക്സലൻസിന്റെ ഒരു വർക്കൊന്നും അല്ല ഒരു വിജയ് സിനിമയും. പക്ഷെ നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ആരോ നമ്മളെപ്പോലെ ഒരാൾ തിയേറ്ററിൽ നിന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വില്ലൻ അടിച്ചിടുമ്പോൾ, നായികയെ രക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അത് ഇനി ഉണ്ടാവില്ലെന്നോ അല്ലെങ്കിൽ ഉടനെ ഒന്നും ഉണ്ടാവില്ലെന്നോ ഒക്കെ മനസ്സിലാക്കുമ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഒരു വിജയ ആരാധകന് അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകന്. പക്ഷെ അത് അല്ല, ഇത് സി എം ആയിട്ടുള്ള വിജയുടെ ആദ്യ സിനിമയായിട്ട് വേണം പരിഗണിക്കാൻ എന്നൊക്കെ എച്ച് വിനോദ് ചില അഭിമുഖങ്ങളിൽ, ഈ സിനിമയുടെ സംവിധായകനായ എച്ച് വിനോദ് ചില അഭിമുഖങ്ങളിലൊക്കെ സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു തുടക്കമാവാനുമുള്ള സാധ്യതയുണ്ട്. സിനിമ അവസാനിപ്പിക്കുന്നതും ദ എൻഡ് ബട്ട് ദ ബിഗിനിങ് എന്നുള്ള രീതിയിലാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ബിഗിനിങ് ആണോ അതോ ഇനി വിജയ് സിനിമകളിൽ അഭിനയിക്കുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷെ സിനിമ അവസാനിക്കുമ്പോൾ വിജയ്ക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ട് ഉണ്ട്. ഒരു തമിഴ് നടന്റെ ഡയലോഗുകൾ അല്ലെങ്കിൽ അയാളുടെ മാനറിസംസ്, ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബബിൾ ഗം എറിയുന്നത്, അല്ലെങ്കിൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഡയലോഗുകൾ, ഐ ആം വെയിറ്റിംഗ് എന്നുള്ള ഒരു ഡയലോഗൊക്കെ തമിഴ്നാട്ടിലും കേരളത്തിലും സൗത്ത് ഇന്ത്യ മൊത്തം പോപ്പുലർ ആക്കുക, മാനറിസംസ് പോപ്പുലർ ആക്കുക. വിജയുടെ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ചെറിയ വിരലിങ്ങനെ അമർത്തുന്ന ഒരു ഫൈറ്റിന് മുമ്പുള്ളൊരു മാനറിസം ഒക്കെ കാണിക്കുമ്പോഴേക്കും തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ആ ലെവൽ ഓഫ് ഒരു ഫാൻ ക്രേസ് ഇനി സംഭവിക്കുമോ എന്നറിയില്ല. സിനിമ അവസാനിപ്പിക്കുമ്പോൾ വിജയുടെ ഒരുപാട്
കരിയറിലെ മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള സിനിമയിലെ തന്നെ രംഗങ്ങൾ ഇട്ടൊരു ചെറിയൊരു ട്രിബ്യൂട്ട് കാണിക്കുന്നുണ്ട്, ഒരു 1.5 മിനിറ്റ്. അനിരുദ്ധിൻ്റെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ബാക്കിങ്ങോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ അധ്വാനത്തിലൂടെ താരമാവുകയും താരരാജാവുകയും അവിടെ നിന്ന് ചീഫ് മിനിസ്റ്ററൊക്കെ ആവുകയും ചെയ്യുന്ന ആ ഒരു മൊത്തം ടൈം ലൈനിനെ അടയാളപ്പെടുത്തുന്ന രീതിയിലൊരു വീഡിയോ ഉണ്ട്. അത് വളരെ വളരെ ഇമോഷണലാണ്, വളരെ വളരെ ടച്ചിങ് ആണ്. ആൻഡ് ആ ഒരു വിജയെ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നടൻ വിജയെ ഇനി എപ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ള ചോദ്യം ശരിക്കും നമ്മളെ വല്ലാതെ അങ്ങ് ഹുക്ക് ചെയ്യും ആ പടം കഴിയുമ്പോൾ. ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിജയ് ഷോ എന്നുള്ളതിനപ്പുറത്തേക്ക് ജനനായകനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ. പക്ഷേ വിജയുടെ സിനിമ അല്ലെങ്കിൽ വിജയുടെ അവസാന സിനിമ എന്നുള്ള രീതിയിൽ ജനനായകൻ ഒരു വലിയ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡാൻസ്, ലാസ്റ്റ് വിജയ് ഷോ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാം. ഒരു കൊമേഴ്ഷ്യൽ സിനിമ മാത്രമാണ്. ലോജിക്കിനെ തിയേറ്ററിന്റെ പടിയിൽ പ്രതിഷ്ഠിച്ചിട്ട് തന്നെ വേണം ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ.